Y7 പ്രൈം നമുക്ക് FRP അൺലോക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിന് ഒറ്റ വഴിയേ ഉള്ളൂ, ഒറ്റ വഴി. ഇത് എന്ത് ചെയ്തായിട്ടും അൺലോക്ക് ആവില്ല. സെക്യൂരിറ്റി ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മളെല്ലാം ചെയ്ത് നോക്കിയതാണല്ലോ. അൺലോക്ക് ഡിവൈസും ഇതെല്ലാം പ്രശ്നങ്ങളാണ്. പിന്നെ അതിന് ചെയ്യാനുള്ള വഴി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അത് ഫസ്റ്റ് ഈ കവർ ഓപ്പൺ ചെയ്യുക. അതിന് ശേഷമുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ സിം കാർഡിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുക. നെക്സ്റ്റ് ഇതുപോലെ എന്തെങ്കിലും ഒരു സംഭവം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നഖം ഉണ്ടെങ്കിൽ അതിട്ടിട്ട് കവറ് ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. കവറെല്ലാം പൊളിഞ്ഞിരിക്കുന്ന കുട്ടികളെടുത്തിട്ട് കളിച്ച പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫിംഗറിൻ്റെ സ്ട്രിപ്പ് കീറാണ്ട് ശ്രദ്ധിക്കുക. ഈ സ്ട്രിപ്പ് ഇളക്കുന്ന ടൈമിൽ അത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇളക്കാൻ. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സ്ക്രൂ എല്ലാം ഇളക്കിയിട്ട് മാറ്റുക. FRP അതിന് ഒറ്റ വഴിയേ ഉള്ളൂ, വേറെ വഴികളെല്ലാം അടഞ്ഞിരിക്കുന്നത്. അതിനൊരു ടൂളുണ്ട്, ഞാൻ ആ ടൂള് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് തരാം, അത് ഡൗൺലോഡ് ചെയ്താൽ മതി. അതെല്ലാം കമ്പ്യൂട്ടറിലും സെറ്റാവും. അതിന് പ്രത്യേകിച്ച് കീയോ ബോക്സോ ഒന്നും ആവശ്യമില്ല. അതിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് അങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ സോഫ്റ്റ്വെയർ ചെയ്യാൻ നേരത്ത് ഇതാണല്ലോ ഫസ്റ്റ് സെക്കൻഡ്. നിങ്ങൾക്ക് മനസ്സിലായോ? ജമ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് സെക്കൻഡ് ഇത് രണ്ടും നിങ്ങളൊന്ന് ജമ്പ് ചെയ്യണം. ഓക്കെ, അതിന് ശേഷം കേബിൾ കണക്ട് ചെയ്തിട്ട് നമുക്ക് കമ്പ്യൂട്ടറിൽ ഫ്ലാഷ് ചെയ്യാം, റീസെറ്റ് ചെയ്യാം. നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അത് ഞാൻ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഹലാബ് ടൂള് എടുക്കാം. ഇത് നിങ്ങൾക്ക് ആ ഫയൽ ഡിസ്ക്രിപ്ഷനിൽ തരാം. ഇതാണ് എൻ്റെ ഫയൽ. ഇത് ഡൗൺലോഡ് ചെയ്യണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിലും നിങ്ങളുടെ സിസ്റ്റത്തിൽ ആൻറ്റിവൈറസ് ഒക്കെ ഓഫ് ചെയ്തിട്ടേക്കണം, എന്നെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അത് ഫസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ വന്നാൽ കണ്ടിന്യൂ കൊടുത്താൽ മതി. അത് ഫ്രെയിം വർക്ക് ഇൻസ്റ്റാൾ ചെയ്യാത്തതുണ്ട്. ഇതാണ് ടൂള്. ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലുണ്ടോ, ക്വാൾകോം ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ Y7 2019 സെലക്ട് ചെയ്യുക. അതിനുശേഷം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇനി ഇതിലൊന്നും ചെയ്യണ്ട. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണ് വയർ കണക്ട് ചെയ്തിട്ട് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ടൂസർ കൊണ്ട്
പോർട്ട് ഷോർട്ട് ചെയ്തുകൊണ്ട് ചാർജറിൻ്റെ വയർ കൊടുക്കണം. ഓക്കെ, ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബാറ്ററി അഴിക്കുക, എന്നിട്ട് ബാറ്ററി ഇടുക. ഈ 2 പോർട്ട് ഷോർട്ട് ചെയ്ത് പിടിച്ചിട്ട് ചാർജർ കുത്തുക. എന്നിട്ട് അങ്ങനെ തന്നെ വെച്ചിട്ട് ഇവിടെ റീഫ്രഷ് ചെയ്യുക, പോർട്ട് റീഫ്രഷ് ചെയ്യുക. ഫോൺ ഒരു കാരണവശാൽ ഓൺ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പോൾ വന്നിട്ടുണ്ട് ഇവിടെ. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ റിമൂവ് FRP, ഇനി റിലീസ് ചെയ്യുക. എറേസ് FRP ഓക്കെ വന്നിട്ടുണ്ട്. ഒന്നുകൂടെ അടിക്കുക. അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫോൺ ഓപ്പൺ ചെയ്യാം. ഓക്കെ, സംഭവം ഫിനിഷ് ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ FRP ചെയ്യാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് ആൻഡ്രോയിഡ് വേർഷൻ 8.1.0 ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ.